ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ 15ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനത്തിൽ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പരാമർശങ്ങൾ ഗവർണർ വായിക്കാതെ ഒഴിവാക്കാനാണ് സാധ്യത. കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ ഒഴിവാക്കാൻ ഗവർണർ ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ തയ്യാറായിരുന്നില്ല. SNDP NSS ഐക്യനീക്കവും മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസ്താവനകളും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ സഭാ സമ്മേളനത്തെ ചൂടുപിടിപ്പിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യാരോപണങ്ങളും സഭയിൽ നിറയും. ബലാത്സംഗ കേസ് പ്രതിയും കോൺഗ്രസ് MLAയുമായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കാനുള്ള നടപടികളും ഈ സമ്മേളനത്തിലുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഗവർണറുടെ നയപ്രഖ്യാപനമാണ്. അത് ഗവർണർ സർക്കാർ നൽകിയ അതേപടി വായിക്കുമോ, അതോ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ തള്ളിക്കൊണ്ടായിരിക്കുമോ നയപ്രഖ്യാപനം വായിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത്. അതുതന്നെയാണ് നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിന്റെ നയം പ്രസംഗത്തിലൂടെ സഭയിൽ അവതരിപ്പിക്കുകയാണ് ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം. അത് നിറവേറ്റാനാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ന് നിയമസഭയിലേക്ക് എത്തുന്നത്. ഈ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നേരത്തെ തന്നെ മന്ത്രിസഭ അംഗീകരിച്ച് അത് ഗവർണർക്ക് കൈമാറേണ്ടതുണ്ട്. അങ്ങനെ കൈമാറുമ്പോഴാണ് രണ്ടിടത്ത് കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രപതിയുടെ പ്രതിയാണെങ്കിൽ പോലും കേന്ദ്ര സർക്കാരിന്റെ നോമിനി എന്ന് ഗവർണറെ വേണമെങ്കിൽ ആ രീതിയിൽ രാഷ്ട്രീയമായി വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അത്തരമൊരാൾ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങൾ അത് വന്നപ്പോൾ വായിക്കാൻ തയ്യാറായില്ല. അത് മാറ്റണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ ഈ രണ്ട് ഭാഗങ്ങളും ഒഴിവാക്കണം, രണ്ട് പരാമർശം ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട നയപ്രഖ്യാപന പ്രസംഗം ഗവർണറുടെ ഓഫീസ് മുഖ്യമന്ത്രി ഓഫീസ് തിരിച്ചയക്കുകയായിരുന്നു. അപ്പോഴാണ് സർക്കാർ നിലപാട് അറിയിച്ചത്. ആ രണ്ട് ഭാഗങ്ങളും ഒഴിവാക്കാനാകില്ല എന്ന നിലപാട് സർക്കാരും സ്വീകരിച്ചു. ഇനി ഗവർണറുടെ മുന്നിൽ രണ്ട് വഴികളാണ്. ഒന്ന്, പൂർണ്ണമായും ആ ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഗവർണർക്ക് പ്രസംഗം നടത്താം, അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ വായിച്ചു തന്നെ മുന്നോട്ട് പോകാം. അവിടെ തന്നെ അതിർത്തി വേണമെങ്കിലും ഗവർണർക്ക് രേഖപ്പെടുത്താം. പക്ഷേ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഗവർണർ ആ പ്രസംഗം കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ ആ ഭാഗം വായിക്കാതെ വിടാനാണ് സാധ്യത. അല്ലാതെ തന്റെ എതിർപ്പ് തുറന്നു പറഞ്ഞുകൊണ്ടൊരു കടുത്ത നീക്കത്തിൽ ഗവർണർ പോകാനിടയില്ല. പകരം സർക്കാർ എഴുതി കൊടുത്ത ഭാഗം വായിക്കാതെ ഗവർണർ ഒഴിവാക്കും. അങ്ങനെ വന്നാൽ പോലും അത് വായിച്ചതായി തന്നെ കണക്കാക്കും. കാരണം സർക്കാർ നൽകുന്ന നയപ്രഖ്യാപന പ്രസംഗം സഭയിൽ ടേബിൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിന്റെ മുഴുവൻ ഭാഗങ്ങളുമാണ് സഭാരേഖകളുടെ ഭാഗമാകുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണർ അത് വായിച്ചില്ലെങ്കിലും അതേ പരാമർശങ്ങൾ അതിൽ തന്നെ ഉൾക്കൊണ്ടിരിക്കും. ആ പരാമർശങ്ങൾ വായിച്ചതായി തന്നെ പരിഗണിക്കപ്പെടുകയും ചെയ്യും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ നിർണായകമായ ഒരു സഭാ സമ്മേളനം. നമുക്കറിയാം ആർക്കൊപ്പമാണ് ഇടതുപക്ഷമെന്ന ചോദ്യങ്ങൾ വലിയ ഉയർന്നു വരുന്നു. അത് കേന്ദ്ര സർക്കാരിനൊപ്പമാണ് അല്ലെങ്കിൽ BJP ഒപ്പമാണ്, ഡീലുണ്ട് എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അങ്ങനെയല്ല. സംഘപരിവാറിനും കേന്ദ്രത്തിനുമെതിരെ ശക്തമായ വിമർശനങ്ങൾ ഇപ്പോഴും ഉന്നയിക്കുന്നു. ആ നീക്കങ്ങൾ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നതിന്റെ സൂചനയാണ് കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം ഇരുന്നത്. അതിനുശേഷം സഭയിൽ അവതരിപ്പിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിലും കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയമായ ഒരു വലിയ പ്രാധാന്യമുള്ളൊരു നയപ്രഖ്യാപന പ്രസംഗം കൂടിയാണ് നടക്കുന്ന 9 മണിക്ക് ആരംഭിക്കാൻ പോകുന്നത്. 8:45 ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിയമസഭയ്ക്ക് മുന്നിലെത്തും. മുഖ്യമന്ത്രിയും സ്പീക്കറും ഉദ്യോഗസ്ഥരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നിയമസഭാ സമ്മേളനം, 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം. ഇത് ഈ സഭയുടെ അവസാന സമ്മേളനമാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഈ സമ്മേളനത്തിന്റെ മധ്യത്തിൽ ഒരുപക്ഷെ സംസ്ഥാനത്ത് പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടേക്കാം. ആ പൊതുതെരഞ്ഞെടുപ്പിലേക്കാകും പോവുക. മാർച്ച് 26 വരെയുള്ള 32 ദിവസം നീളുന്ന ഒരു സഭാ സമ്മേളനമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെങ്കിലും ഒരുപക്ഷെ അതുവരെ സഭ നീണ്ടുപോകാൻ ഇടയില്ല. അതിനു മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ സഭ വെട്ടിച്ചുരുക്കാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയമായി രണ്ട് മുന്നണികൾക്കും ഏറെ പറയാനുള്ള സഭാ സമ്മേളനമാണ്. കാരണം ഭരണപക്ഷത്തിന് തങ്ങളുടെ നേട്ടങ്ങൾ അവതരിപ്പിക്കാനുള്ള, തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി മറികടക്കാനുള്ള വഴികൾ, പുതിയ പ്രഖ്യാപനങ്ങൾ, ബജറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 29-ന് ഈ സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ് അവതരിപ്പിക്കും. സാധാരണഗതിയിൽ അത് ഒരു വോട്ടോൺ അക്കൗണ്ടായി അവതരിപ്പിക്കാം. പക്ഷേ ഇപ്പോൾ തവണ സമ്പൂർണ്ണ ബജറ്റ് തന്നെ അവതരിപ്പിക്കുകയാണ് KN ബാലഗോപാൽ. നിരവധി ക്ഷേമ പ്രഖ്യാപനങ്ങൾ, വികസന പ്രഖ്യാപനങ്ങൾ, ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. കാരണം ആഴ്ചകൾക്കപ്പുറം പൊതു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്തിയെങ്കിലും അത് പൂർണ്ണമായും ഇടതുമുന്നണി ഗുണമായി മാറിയില്ല. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഇടതുമുന്നണിക്ക്. അത് മറികടക്കാനുള്ള പ്രഖ്യാപനങ്ങൾ, സർക്കാർ ജീവനക്കാരെയൊക്കെ മുന്നിൽ കണ്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയമായി മറ്റൊരു പ്രാധാന്യം കൂടി ഉള്ളത്, ഒന്ന്, 2 MLAമാർ കഴിഞ്ഞ നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ MLAമാരിൽ ഒരാൾ ഇപ്പോൾ MLA അല്ലാതായിരിക്കുന്നു. അത് തിരുവനന്തപുരം സെൻട്രലിലെ MLA ആന്റണി രാജുവാണ്. തൊണ്ടി മുതൽ തിരുമറി കേസിൽ കോടതി ശിക്ഷിച്ച് ആന്റണി രാജുവിന് നിയമസഭാ അംഗത്വം
റദ്ദായി. മറ്റൊരു MLA ജയിലിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ MLA ആണ്, പാലക്കാട് MLA ആണ്. വലിയ പ്രതീക്ഷയോടുകൂടി കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന യുവ നേതാവാണ്. ആ MLA തുടർച്ചയായ ലൈംഗിക പീഡന ബലാത്സംഗ പരാതികളിൽപ്പെട്ട മൂന്നാമത്തെ പരാതിയിൽ ജയിലിലായിട്ടിപ്പോൾ 1.5 ആഴ്ചയിലേറെ പിന്നിടുന്നു. അത് കോൺഗ്രസ് തിരിച്ചടിയാവുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും കോൺഗ്രസ് ടിക്കറ്റ് ജയിച്ചു വന്ന ആൾ തന്നെ ഇപ്പോൾ ജയിലിലാണ്. അത് ഭരണപക്ഷത്തിന് കോൺഗ്രസിനെതിരെ പ്രതിപക്ഷത്തിനെതിരെ ആയുധമാകുമെന്ന ഉറപ്പാണ്. സഭ ഇതുവരെ നടത്തിയിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു നീക്കവും ഇത്തവണ ഈ സമ്മേളനത്തിലുണ്ടാകാം. അത് അയോഗ്യതാ നീക്കമാണ്. ബലാത്സംഗ കേസിൽ ജയിലിലായിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അയോഗ്യതാ നടപടികളിലേക്ക് ഈ സെഷൻ കടന്നേക്കും. ഇടതുമുന്നണിയുടെ CPMന്റെ MLA DK മുരളി സ്പീക്കർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. സ്പീക്കർ ആ പരാതി പരിശോധിച്ച് സഭയിൽ അവതരിപ്പിക്കാൻ അനുമതി നൽകും. അതിനുശേഷം അത് സഭയുടെ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടും. അങ്ങനെ വന്നാൽ സ്വാഭാവികമായും രാഹുലിനെതിരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചുമത്തിയ സാഹചര്യത്തിൽ ഒരുപക്ഷെ അയോഗ്യരാക്കാനുള്ള ശുപാർശയാകാം എത്തിക്സ് കമ്മിറ്റി നൽകാൻ പോകുന്നത്. അത് വന്നാൽ ശുപാർശ വന്നാൽ പിന്നീട് സഭാനാഥനായ മുഖ്യമന്ത്രി ഒരു പ്രമേയം അവതരിപ്പിച്ച് രാഹുലിനെ അയോഗ്യരാക്കുന്ന നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. അങ്ങനെയെങ്കിൽ അത് കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ആദ്യ സംഭവമാവും. ഒരു MLAയും കേരള നിയമസഭ ഇതുവരെ അയോഗ്യരായി പ്രഖ്യാപിച്ചിട്ടില്ല, അയോഗ്യരാക്കിയിട്ടില്ല. അത്തരമൊരു ചരിത്രപരമായ ഒരു നീക്കം കൂടി ഈ സെഷനിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. രാഷ്ട്രീയമായി രണ്ട് മുന്നണികൾക്കും പറയാനേറെ വിഷയങ്ങളുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള പൂർണ്ണമായും CPMന്റെ തലയിലായിരുന്ന വിഷയമാണ്. പക്ഷേ അത് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അത് UDFന്റെ കൂടി കോൺഗ്രസിന്റെ കാലത്തെ ഭരണസമിതിയുടെ കാര്യം കൂടി അന്വേഷിക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നു. അത്തരം ചില വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ തിരിച്ചടിക്കാൻ ഭരണപക്ഷവും തയ്യാറെടുക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള ഈ കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ ഏറ്റവും ശക്തമായ വിഷയമായിരുന്നു. പ്രതിപക്ഷം സർക്കാരിന് ആഞ്ഞടിച്ച വിഷയമായിരുന്നു. അത് അതിനുശേഷം ഈ സെഷനിലും അത് ചൂടേറിയ വിഷയമായി തന്നെ ഉയർന്നു വരും. പ്രത്യേകിച്ച് ഇന്നലത്തെ ഹൈക്കോടതിയിൽ വന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഈ സ്വർണം മാറ്റിയിട്ടുണ്ട്. സ്വർണം കൊള്ള തന്നെയാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള ബോധപൂർവമല്ലാത്ത വീഴ്ചയല്ല. പകരം സ്വർണം തട്ടിയെടുക്കാനുള്ള ബോധപൂർവമായ നീക്കം തന്നെ നടന്നുവെന്ന വിവരം SIT കഴിഞ്ഞ ദിവസം കോടതി സമർപ്പിച്ചിരുന്നു. സ്വർണ്ണക്കൊള്ള വലിയ വിഷയമായി മാറും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം വരാനുള്ളത് ഈ സാമുദായിക സംഘടനകളുടെ പുതിയ നീക്കങ്ങളാണ്. SNDP NSS ഐക്യം, നായാടി മുതൽ നസ്രാണി വരെയുള്ളവരുടെ ഐക്യമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ അത് സ്വാഭാവികമായി ചർച്ചയാകും. അതിനെ ചുറ്റിപ്പറ്റിയുള്ള തുടർ വിവാദങ്ങളുണ്ട്. സജി ചെറിയാന്റെ വർഗീയ പ്രസ്താവനയുണ്ട്. വെള്ളാപ്പള്ളിയോടുള്ള മുന്നണികളുടെ നിലപാടുകളുണ്ട്. അങ്ങനെ ചർച്ച ചെയ്യാൻ നിരവധി വിഷയങ്ങളുണ്ട്. ഇരുപക്ഷത്തിനും പ്രത്യാക്രമണത്തിന് നിരവധി ആയുധങ്ങളുണ്ട്. അതൊക്കെ ഈ സഭാ സമ്മേളനത്തിൽ തീർച്ചയായും ഉയർന്നു വരുമെന്ന് ഉറപ്പാണ്. ഏതായാലും ഇന്ന് 9 മണിയോടുകൂടി സഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി 29-ന് ബജറ്റ് വരാനിരിക്കുന്നു. പിന്നീട് ബജറ്റ് വോട്ട് ഓൺ അക്കൌണ്ട് പാസാക്കേണ്ട നടപടിക്രമങ്ങളിലേക്ക് അടങ്ങും. അങ്ങനെ സംഭവബഹലമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു സഭാ സമ്മേളനത്തിനാണ് ഇന്ന് രാവിലെ 9 മണിക്ക് തുടക്കമാകുന്നത്. അനുശ്രീ അരുൺ, അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണക്കൊള്ളി അടക്കമുള്ള വിവാദ വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ അതിൽ പ്രതിപക്ഷത്തിന്റെയും സർക്കാരിന്റെയും നിലപാടുകൾ എന്തൊക്കെയായിരിക്കും? അതുപോലെ തന്നെ മറ്റെന്തൊക്കെ വിവാദ വിഷയങ്ങളായിരിക്കും നിയമസഭയിൽ ഇത്തവണ ചർച്ചയാകുന്നുണ്ടാവുക? സ്വർണ്ണക്കൊള്ള തന്നെയാകും ആ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. കാരണം സ്വർണ്ണക്കൊള്ളയിൽ പോറ്റിയെ കയറ്റിയതാരെന്ന ചോദ്യത്തിന് ആദ്യഘട്ടം മുതൽ CPMനെ പ്രതിരോധത്തിലാക്കി പ്രതിസ്ഥാനം നിർത്തിയായിരുന്നു കോൺഗ്രസിന്റെ നീക്കം. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് ഭരണകാലത്താണ്. കോൺഗ്രസിന്റെ ഭരണസമിതി കാലത്ത് വലിയ ക്രമക്കേട് നടന്നുവെന്ന ആരോപണം ഇടതുപക്ഷം ഉന്നയിക്കുന്നുണ്ട്. കോടതിയിൽ വന്ന പുതിയ ചില വെളിപ്പെടുത്തലുകൾ ആ രീതിയിലാണ് അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോണിയാഗാന്ധി എങ്ങനെ ഈ കൊള്ളക്കാരനെത്തി, കട്ടവനും വിറ്റവനും എങ്ങനെ എത്തിയെന്ന ചോദ്യം CPM ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ MP അടൂർ പ്രകാശ് അടക്കമുള്ളവരുടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണം വേണമെന്ന ആവശ്യമുണ്ട്. മറുഭാഗത്ത് തന്ത്രിയിൽ മാത്രം അന്വേഷണം ഒതുങ്ങിയാൽ പോരാ. ശബരിമല പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിന്റെ തന്ത്രി തന്നെ ഇപ്പോൾ ജയിലിലാണ്. അത് സ്വാഭാവികമായും സഭാ സമ്മേളനത്തിൽ അത്തരം ചർച്ചകൾ ഉയർന്നു വരും. എന്തുകൊണ്ട് മന്ത്രി അറസ്റ്റ് ചെയ്യുന്ന ചോദ്യം ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. സ്വാഭാവികം അതിൽ രാഷ്ട്രീയം പ്രചരണ വിഷയമായത് ഇതിനകം മാറിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ മറുപടി പറയും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF ഈ സഭയിലേക്ക് കടന്നുവരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏൽപ്പിച്ച ഒരു ആഘാതം ഇടതുമുന്നണിക്കുണ്ട്. അത് മറികടക്കാനുള്ള വഴികളിൽ അവർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും വലിയ ചർച്ചയായി മാറാനിടയുണ്ട്. ഒരു ഭരണ തുടർച്ച എന്ന വലിയ സ്വപ്നവുമായി മുന്നോട്ട് വന്ന സർക്കാരിന്, ഇടതുപക്ഷത്തിന് തിരിച്ചടി ലഭിക്കും. ജനങ്ങൾ ഇപ്പോഴേ മാറ്റത്തിന് വേണ്ടി വിധിയെഴുതാൻ തയ്യാറെടുത്തു കഴിഞ്ഞുവെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അത്തരത്തിലുള്ള ആത്മവിശ്വാസമാണ്
അവർക്ക് നൽകുന്നത്. സ്വാഭാവികമായും അത്തരം കാര്യങ്ങളും ചർച്ചയിൽ ഉയർന്നു വരും. ഏറ്റവും നിർണായകമായ സഭാ സമ്മേളനമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട സഭാ സമ്മേളനമാണ്. അത് രാഷ്ട്രീയമായും അതുപോലെ തന്നെ സഭാചരിത്രത്തിൽ ചില അപൂർവതകൾക്ക് നേരത്തെ സൂചിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ അയോഗ്യത അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു പുതിയ ചരിത്രം ഒരുപക്ഷെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന സഭാ സമ്മേളനമാണ്. രണ്ടു പക്ഷത്തിനും തങ്ങളുടെ ആയുധങ്ങൾ, ഏറ്റവും തന്ത്രങ്ങൾ ഒക്കെ രാഗി വിനിക്കാനുള്ള അവസരമാണ്. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് പടിവാതിൽക്കൽ ഒരു സഭാ സമ്മേളനം. ഇവിടെ നിന്ന് സഭാ സമ്മേളനം അവസാനിപ്പിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും പോകുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്തേക്കാണ്, നേരിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്കാണ്. പലരും വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു. ചിലർക്ക് സീറ്റുണ്ടാകില്ല. ഭരണ തുടർച്ച എന്ന പ്രതീക്ഷയുമായി വീണ്ടും ഒരു അധികാരത്തിൽ തന്നെ എത്തി വീണ്ടും സഭയിലേക്ക് വരാമെന്ന പ്രതീക്ഷയോടുകൂടി ഭരണപക്ഷം പോകുമ്പോൾ 10 വർഷത്തെ ഇടവേളയ്ക്ക് ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട അവസ്ഥയ്ക്ക് അറുതി വരുത്താമെന്ന പ്രതീക്ഷയിൽ പ്രതിപക്ഷവും ഈ സഭ വിട്ട് ഇറങ്ങും. അതിനുശേഷം ആര് ജയിക്കും, ആർക്കാണ് വീണ്ടും ജനവിധി അനുകൂലമാകുക എന്ന കാര്യമാണ് ഈ രണ്ടു പക്ഷത്തെയും ആശങ്ക ഏറ്റുന്നത്. ഏതായാലും ഏറ്റവും നിർണായകമായ ഒരു സഭാ സമ്മേളനം, രാഷ്ട്രീയമായി രണ്ട് മുന്നണികളും വലിയ രീതിയിൽ ഉപയോഗിക്കുന്ന സഭാ സമ്മേളനം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമടക്കമുള്ള നടപടികൾ, സഭയുടെ അപൂർവമായ നടപടിക്രമങ്ങൾ കാത്തിരിക്കുന്ന സഭാ സമ്മേളനം, അതിനാണ് 9 മണിക്ക് തുടക്കമാകാൻ പോകുന്നത്. അനുഷ്ഠ ശരി, വി അരുണാണ് കൂടുതൽ വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.